നമസ്കാരം. വി ആർ ഫാർമ ഗൈഡ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫാറ്റി ലിവർ, പാൻക്രിയാസ് ആൻഡ് ഡയബറ്റീസ് ഇവ തമ്മിലുള്ള ബന്ധമാണ്. ഫാറ്റി ലിവർ എന്ന് കേൾക്കുമ്പോൾ പലരും അത് ചെറിയ ഒരു കരൾ പ്രശ്നമാണെന്ന് കരുതും. പക്ഷെ സത്യം എന്തെന്നാൽ ഫാറ്റി ലിവർ നമ്മുടെ ബ്ലഡ് ഷുഗറിനെയും പാൻക്രിയാസിൻ്റെയും പ്രവർത്തനത്തെ ബാധിക്കാൻ കഴിയും. അതിനാലാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഫാറ്റി ലിവർ എങ്ങനെ ഡയബറ്റീസിലേക്ക് എത്തിക്കുന്നു എന്നതാണ്. ഫാറ്റി ലിവർ എന്താണെന്ന് ആദ്യം നോക്കാം. നമ്മുടെ കരളിൽ സാധാരണ കുറച്ച് ഫാറ്റ് ഉണ്ടാകും. പക്ഷേ കൂടുതൽ ഫാറ്റ് അടിഞ്ഞു കൂടുമ്പോൾ അതിനെ ഫാറ്റി ലിവർ എന്ന് പറയുന്നു. ഇത് പ്രധാനമായും 3 ഗ്രേഡായി പറയാറുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഗ്രേഡ് കൂടുന്നതോടെ കരളിൻ്റെ പ്രശ്നവും കൂടും. ഫാറ്റി ലിവർ വരാൻ പ്രധാന കാരണങ്ങൾ അമിതവണ്ണം, കൂടുതൽ ഷുഗർ ഇൻടേക്ക്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബേക്കറി ഫുഡ്സ്, എക്സസൈസ് ഇല്ലാതിരിക്കുക, ആൽക്കഹോൾ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ ഇവയെല്ലാം റിസ്ക് കൂട്ടും. അപ്പോൾ ഒരു പ്രധാന കാര്യം, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നത് പാൻക്രിയാസ് ആണ്. ഈ ഇൻസുലിനാണ് ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നത്. പക്ഷേ ഫാറ്റി ലിവർ വന്നാൽ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. അതാണ് ഇൻസുലിൻ ഉണ്ടെങ്കിലും ശരിയായി പ്രവർത്തിക്കാത്ത അവസ്ഥ. അപ്പോൾ പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ ശ്രമിക്കും. ദീർഘകാലം ഇങ്ങനെ പ്രഷർ വന്നാൽ പാൻക്രിയാസ് ക്ഷീണിക്കും. ഫാറ്റി ലിവർ പാൻക്രിയാസിനെ ബാധിക്കുമോ എന്ന് നോക്കാം. അതെ, ഇൻഡയറക്റ്റായി ബാധിക്കും. കാരണം ഫാറ്റി ലിവർ ഉള്ളവരിൽ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂടാം. അതോടെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനവും ബാധിക്കാം. ചിലരിൽ പാൻക്രിയാസിൻ്റെ ചുറ്റും പോലും ഫാറ്റ് ഡിപ്പോസിറ്റ് ഉണ്ടാകാം. ഇതോടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയാനും ബ്ലഡ് ഷുഗർ ഉയരാനും ചാൻസ് കൂടും. അതുകൊണ്ടാണ് ഫാറ്റി ലിവർ ഉള്ള പലർക്കും പിന്നീട് പ്രീ ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കെ വരുന്നത്. ഇനി ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ പലർക്കും സിംറ്റംസ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ചിലർക്ക് വയർ കൂടുക, ക്ഷീണം, വയറിൻ്റെ വലതുവശത്ത് ഹെവിനെസ് തോന്നുക, വിശപ്പ് കുറയുക, ബ്ലഡ് ഷുഗർ കൂടുക, ശരീരഭാരം കൂടുക എന്നിവ കാണാം. ഇവ എങ്ങനെ കണ്ടെത്തും? സാധാരണയായി നടത്തുന്ന ടെസ്റ്റുകൾ അൾട്രാസൗണ്ട് സ്കാൻ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ബ്ലഡ് ഷുഗർ ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈൽ എന്നിവ ഉപയോഗിച്ചാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെയുള്ളവരിൽ നമുക്കൊരു ചെറിയ ഡയറ്റ് ചാർട്ട് നോക്കാം. രാവിലെ ഓട്സ് അല്ലെങ്കിൽ റാഗി അല്ലെങ്കിൽ ഇഡലി, പഞ്ചസാര ഇല്ലാത്ത ചായ, ഇടവേളയിൽ ആപ്പിൾ, പേരയ്ക്ക, കുക്കുംബർ, ലഞ്ചിന് കുറച്ച് റൈസ്, കൂടുതൽ വെജിറ്റബിൾസ്, ഫിഷ് അല്ലെങ്കിൽ പൾസസ്, ഈവനിങ് സ്നാക്സ് ആയിട്ട് നട്ട്സ്, ഗ്രീൻ ടീ, ഡിന്നർ ലൈറ്റായിട്ടുള്ള ഫുഡുകൾ ഉപയോഗിക്കാം, ചപ്പാത്തി പ്ലസ് വെജിറ്റബിൾസ് എന്നിവ. ഇനി ഒഴിവാക്കേണ്ട ഫുഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബേക്കറി ഐറ്റംസ്, ഫ്രൈഡ് ഫുഡ്സ്, എക്സസ് ഷുഗർ, ആൽക്കഹോൾ എന്നിവ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സസൈസ് ആണ്. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുക. വെയിറ്റ് 5 മുതൽ 10% വരെ കുറച്ചാൽ പോലും ഫാറ്റി ലിവറിൽ വലിയ മാറ്റം കാണാം. ഇനി ഇതിന് മെഡിസിൻ ഉണ്ടോ എന്ന് പലരും ചോദിക്കും. ഫാറ്റി ലിവർ കുറയ്ക്കാൻ ടാബ്ലറ്റ് ഉണ്ടോ എന്ന്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ്. ഡയറ്റ് പ്ലസ് എക്സസൈസ് പ്ലസ് വെയിറ്റ് കൺട്രോൾ ഇല്ലാതെ മെഡിസിൻ കൊണ്ട് മാത്രം വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല. അവസാനമായി, ഫാറ്റി ലിവർ ചെറിയ കാര്യമല്ല. അത് ഡയബറ്റീസിലേക്കും പാൻക്രിയാസ് പ്രശ്നങ്ങളിലേക്കും പോകാനുള്ള വാർണിംഗ് സൈൻ ആവാം. അതുകൊണ്ട് ഏർലി സ്റ്റേജിൽ തന്നെ ശ്രദ്ധിക്കുക.
ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.